മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലിരിക്കുമ്പോഴാണ് രണ്ട് മുൻ കോൺഗ്രസ് നേതാക്കന്മാരായ പത്മജയും തോമസ് മാഷും തമ്മിൽ അടിവെക്കുന്നത്. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയും മുൻ മന്ത്രി കെ കരുണാകരനും അവർ തമ്മിൽ അകന്നത് പത്മജ വേണുഗോപാലിനെ ചൊല്ലിയാണെന്ന് കെ വി തോമസ് ഒന്ന് പറഞ്ഞുപോയി. അതിനാണ് പത്മജ കലിതുള്ളി നിറഞ്ഞാടുന്നത്. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം തോമസ് മാഷ് പറയുന്നത്. 2001 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിന് സീറ്റ് നൽകാൻ സോണിയാഗാന്ധി താല്പര്യമെടുക്കാതിരുന്നതാണ് ഈ ഭിന്നതയ്ക്ക് പ്രധാന കാരണമെന്നാണ് തോമസ് മാഷ് തൻ്റെ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയത്. മകൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ കരുണാകരനുണ്ടായ കടുത്ത അമർഷമാണ് പിന്നീട് ഹൈക്കമാൻഡുമായുള്ള പരസ്യമായ അകൽച്ചയിലേക്ക് നയിച്ചതെന്നും പുസ്തകത്തിൽ പറയുന്നു. 2001 കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധിയായി അവരറിയാതെ പത്മജയുടെ പേര് കരുണാകരൻ എഴുതി ചേർത്തു. എന്നാൽ കോൺഗ്രസിലെ മറുപക്ഷം ഇത് കണ്ടുപിടിക്കുകയും സോണിയെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതോടെ കരുണാകരനോട് സോണിയ ദേഷ്യപ്പെട്ടെന്നാണ് കെ വി തോമസ് വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ് പത്മജയുടെ പേര് വെട്ടിയതെന്നും ഇതാണ് കരുണാകരനും സോണിയും തമ്മിൽ അകലാൻ കാരണമായതെന്നുമാണ് പുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കിയത് സോണിയയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നുവെന്നും മന്ത്രിസഭയുടെ മുന്നോട്ടുള്ള പോക്കിന് അതിനുവേണ്ടി വഴങ്ങിയ ചെയ്തതാണെന്നും കെ വി തോമസ് പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയായ ശേഷവും PV നരസിംഹറാവുവിനെ കെ കരുണാകരൻ PV എന്ന് വിളിച്ചത് അതൃപ്തിക്ക് കാരണമായെന്നും പറയുന്നു. ഫ്രഞ്ച് ചാരക്കേസും ഹവാല വിവാദവും പുസ്തകത്തിൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതേസമയം കെ വി തോമസിന്റെ പുസ്തകത്തിലെ കെ കരുണാകരനെതിരായ പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾക്കെതിരെ കലിതുള്ളി രൂക്ഷ വിമർശനവുമായിട്ടാണ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തിയത്. കെ കരുണാകരനും നരസിംഹറാവുവും അകന്നത് പേര് വിളിക്കുന്നത് കൊണ്ടായിരുന്നില്ല. ഒരാൾ മരിച്ചുവെന്ന് വെച്ച് അയാളെപ്പറ്റി അനാവശ്യമായ കാര്യങ്ങൾ എഴുതരുത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അച്ഛൻ വരുമോ എന്ന് നരസിംഹറാവുവിന് പേടിയായിരുന്നുവെന്നും അതുകൊണ്ടാണ് തൃശ്ശൂരിൽ അച്ഛനെ തോൽപ്പിച്ചതെന്നുമാണ് പത്മജ പറയുന്നത്. ഞാൻ കാരണമാണ് സോണിയാഗാന്ധിയും കെ കരുണാകരനും പിണങ്ങിയതെന്ന പരാമർശം വസ്തുതാവിരുദ്ധമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ ഏറ്റവും വിശ്വസ്തനായി നിന്ന ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ പലരും വിശ്വസിച്ചു എന്ന് വരും. എല്ലാവരും വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചാലക്കുടിയിലെ സീറ്റിൻ്റെ കാര്യം അച്ഛൻ സംസാരിച്ചിരുന്നു. പിന്നീട് വേറൊരു ലോബി എതിർത്തപ്പോൾ ഞാൻ പിന്മാറുന്നുവെന്ന് അച്ഛനോട് പറഞ്ഞു. ഒരു വഴക്കുമില്ലാതെ ഞാൻ പിന്മാറുകയാണ് ചെയ്തത്. അതിൽ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പത്മജ പറയുന്നത്. ഏതായാലും കേൾക്കാൻ രസമുണ്ടായിരുന്നു. ഈ അടിയൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ നല്ല രസമാണ്. അതിപ്പോഴല്ല, മന്ത്രിസഭാ രൂപീകരണമൊക്കെ കഴിഞ്ഞ് അവരെല്ലാം റെസ്റ്റ് എടുക്കുമ്പോൾ ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കേൾക്കാനൊക്കെ നല്ല രസമായിരുന്നു. ഇതിപ്പോൾ വെടിമരുന്നും മറുമരുന്നും ഒക്കെ ആവിയായിപ്പോയെന്ന് പറയുന്നത് പോലെ ആയിപ്പോയി.